ഡാനി പറഞ്ഞത് വളരെ ശരിയാണ്. ഒരുപക്ഷെ രണ്ടാം വരവില്ല അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പാടിയിട്ടുള്ള പാട്ടുകൾ നോക്കൂ. ഇപ്പോഴത്തെ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ നിരക്കെല്ലാം വേണ്ടി അവരുടെ എല്ലാം പ്രണയങ്ങളെ മധുരമാക്കിയത് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു. ആ ഒരു ഇത്രയും വലിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന് നിറത്തിൽ പാട്ടുപാടി തുടങ്ങി. പിന്നീട് 2020 വരെ അദ്ദേഹം വളരെ സജീവമായി തന്നെ പാടുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ആ ശബ്ദത്തിന് ഒരു പതർച്ചയില്ല. ശാസ്ത്രീയമായി സംഗീതം പഠിക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ ഒരു വാക്ക്, ഒരു അക്ഷരം അദ്ദേഹം ഉച്ചരിക്കുമ്പോൾ പോലും അതിനൊരു ജയചന്ദ്രൻ ടച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കലാമണ്ഡലം ഗോപി ആശാൻ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്നതാണ്. അവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാള സാംസ്കാരിക ലോകത്തിന് വലിയ വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. MT വാസുദേവൻ നായരുടെ വിയോഗത്തിൻ്റെ ഒരു സങ്കടത്തിൽ നിന്ന് നമ്മുടെ സാംസ്കാരിക കേരളം മുക്തമായിട്ടില്ല. അതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ P. ജയചന്ദ്രൻ്റെ മരണം സംഭവിക്കുന്നത്. രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, ആരോ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് കണ്ടതാണ്. അവിടെ സാഹിത്യം മാത്രം പോരല്ലോ, സംഗീതവും വേണ്ടേ എന്ന് ചോദിച്ചിരുന്നു. അതുപോലെ തുടർച്ചയായി നമുക്ക് വലിയ നഷ്ടങ്ങളുടെ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. ആ നഷ്ടത്തിൽ ഏറ്റവും അവസാനം അത് മലയാളത്തിൻ്റെ മുഴുവൻ പ്രണയ ഭാവങ്ങളെയും ആവാഹിച്ചെടുത്ത മനുഷ്യനാണ്. നമ്മുടെയൊക്കെ ഒറ്റപ്പെടലുകളിൽ, നമ്മുടെയൊക്കെ സന്തോഷങ്ങളിൽ, നമ്മുടെയൊക്കെ സ്നേഹത്തിൻ്റെ നിമിഷങ്ങളിലൊക്കെ നമുക്ക് കൂട്ടിരുന്ന ശബ്ദമാണ് ഇപ്പോൾ മാഞ്ഞു പോകുന്നത്. പക്ഷേ ആ ശബ്ദം മായുന്നില്ല. നമ്മുടെയൊക്കെ ചെവികളിൽ അദ്ദേഹത്തിൻ്റെ പല പല ഭാവങ്ങളിലുള്ള പല സമയത്തുള്ള ശബ്ദങ്ങളായി. അത് മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി തൊട്ട് ഇങ്ങ് അവസാനം വരെയുള്ള എല്ലാ പാട്ടുകളിലൂടെയും നമ്മുടെ ജീവിതത്തെയൊക്കെ എന്നും നിറച്ചുകൊണ്ടേയിരിക്കും, അതിന് നിറം പകർന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചിരിക്കുകയാണ്. അന്തിമോപചാരം അർപ്പിക്കാൻ വലിയൊരാൾക്കൂട്ടം തന്നെ അവിടെയുമുണ്ട്. പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ, അദ്ദേഹവുമായി എപ്പോഴെങ്കിലും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവർ, അതൊന്നുമല്ലാതെ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെയൊക്കെ ജീവിതത്തെ സ്പർശിച്ചിട്ടുള്ള എത്രയെത്രയോ മനുഷ്യർ അവിടെ എത്താൻ കഴിയുന്ന, തൃശ്ശൂരിൽ എത്താൻ കഴിയുന്ന ഓരോരുത്തരും അങ്ങോട്ടേക്ക് വരികയാണ്. അനുസ്മരിക്കുന്നു പറഞ്ഞാൽ നമ്മൾക്ക് കേട്ടു തുടങ്ങിയത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മുഹമ്മദ് റഫി എന്നാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ അതേ ഒരു മുഹമ്മദ് റഫി നോർത്തിലാണെങ്കിൽ അവർ ആ പാട്ടിൻ്റെ അതേ ഒരു ഇതിലാണ് ഇവിടുത്തെ ഭാവഗായകനാണെന്ന് പറഞ്ഞു കേട്ടു. അവരെ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നല്ല ഇമ്പമുള്ള പാട്ടാണ്, ഏത് പാട്ടാണെങ്കിലും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ കൊല്ലം എൻ്റെ അടുത്ത് വന്നു. ഞാൻ കോർപ്പറേഷനിലെ സൂപ്രണ്ടാണ്. അപ്പോൾ ആളവിടെ വന്നു ടാക്സിൻ്റെ കാര്യത്തിലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ ഞാൻ മാഡത്തിനെ സമീപിക്കാം, നിങ്ങൾ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ നല്ല ഒരു സംസാരമാണ്. ഇനിയിപ്പോൾ വലിയൊരാളാണെന്നുള്ളൊരു ഭാവം ഒന്നുമില്ല. ചേർത്ത് പിടിച്ച് നമ്മൾ ഫോട്ടോ എടുത്തു, സെൽഫിയൊക്കെ എടുത്തു. പിന്നെ മോളെ പ്രത്യേകം പരിചയമുണ്ട്, എന്ത് കാര്യത്തിനും മോളെ എന്നെ വിളിക്കാറുണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു തീരെ തോന്നലില്ല. സാധാരണക്കാരൻ നമ്മുടെ പോലെ ഒരു ഇത് എന്നുവെച്ചാൽ ഞാൻ മാറി നിൽക്കുക, എനിക്ക് 100 ആൾക്ക് അങ്ങനെയൊന്നുമില്ല. ആൾ സ്വയം ഒറ്റയ്ക്കാണ് എല്ലാ കാര്യത്തിനും വരിക. അവിടെ കോർപ്പറേഷനിലെ പാട്ട് വെച്ചാൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ബില്ല് അടയ്ക്കാനുണ്ടെങ്കിലും ഒക്കെ അപ്പോൾ പറയും ആള്. അപ്പം അങ്ങനെ പരിചയപ്പെട്ട സന്തോഷം ഉണ്ടെന്നാണ് ആളും പറഞ്ഞിരുന്നത്. അതെ, കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടാണ് വളർന്നത്. പക്ഷേ എൻ്റെ ധാരണയിൽ മുഴുവൻ ദാസേട്ടൻ പാടിയതായിരുന്നു. പക്ഷേ ഓർമ്മ വെച്ചതായി മാസ്റ്റർ ചെയ്ത് അതെല്ലാം പാടിയത് ജയചന്ദ്രൻ സാറാണെന്ന്. അന്ന് ഒരു ആരാധനയാണ് ജയചന്ദ്രൻ സാറിനോടുള്ളത്. തൊട്ടടുത്ത് തന്നെ ഇരുന്ന ആൾ താമസിച്ചായിരുന്നു. ഇതുവരെ അദ്ദേഹത്തെ കാണാൻ എനിക്കിതുവരെ സാധിച്ചായിരുന്നില്ല. ഇപ്പോഴാണ് പറ്റിയത്. അതുകൊണ്ടാണ് ഓടി വന്ന് കാണാൻ വന്നത്. നോക്കൂ, അദ്ദേഹവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവർ മാത്രമല്ല, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കാരണമൊക്കെ അകന്ന് നിന്നവരുണ്ടാവാം. അവരെല്ലാം ഈ അന്ത്യയാത്രയിൽ അവസാനമായി അദ്ദേഹത്തിന് യാത്രാമൊഴി പറഞ്ഞുകൊണ്ട് അവിടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം പൊതുവെ
മാധ്യമപ്രവർത്തകർക്കൊക്കെ ഉള്ളത് ചിലപ്പോൾ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം 2 ചോദ്യം തിരിച്ചു ചോദിക്കും. പക്ഷേ സൗഹൃദ സദസ്സുകളിൽ ഒരു പാവം കുട്ടിയെപ്പോലെ, വാശിക്കാരനായ കുട്ടിയെപ്പോലെ ചെറിയ ചെറിയ നിർബന്ധങ്ങളുമായി, ചെറിയ ചെറിയ വാശികളുമായി നിറഞ്ഞു നിന്നിരുന്ന, അവർക്കിഷ്ടമുള്ള പാട്ടുകൾ പാടിക്കൊടുത്തിരുന്ന, അതൊന്നും അദ്ദേഹത്തിൻ്റെ ആയിരിക്കില്ല, മിക്കവാറും റഫി സാഹിബിൻ്റെ പാട്ടുകളായിരിക്കും. അത്രയേറെ അദ്ദേഹം മുഹമ്മദ് റഫിയെ സ്നേഹിച്ചിരുന്നു. പാട്ട് പാടാൻ അറിയില്ല. അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാം ഒരുപാട് ആസ്വദിപ്പിച്ചൊരു പാട്ടിലെ 2 വരികൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ രാവിലെ പൂർണ്ണമാകട്ടെ എന്ന് വിചാരിക്കുന്നു. അത് ഉച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ എന്ന നമ്മളൊക്കെ ഒരുപാട് പാടിയിട്ടുള്ള ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന പാട്ടിലെ 2 വരികൾ മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത്. പി ജയചന്ദ്രൻ എന്നും നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ, നമ്മുടെയൊക്കെ ചെവികളിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങും, അദ്ദേഹത്തിൻ്റെ മുഖം നിൽക്കും. ആ ജയചന്ദ്രൻ ആറ്റിറ്റ്യൂഡ് മലയാളമുള്ള കാലത്തോളം നാം എല്ലാം ഓർക്കുകയും ചെയ്യും. രാവിലെ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനങ്ങളുമായി ന്യൂസ് ട്രെൻഡ്സ് കാണാം.